ബോണിയങ്ങള് പോയിന്റ്സിന്റെ പേര് പറയത്തില്ല. നിങ്ങളിത് കേട്ടിരുന്നിട്ട് ഇതായിരുന്നു പോയിന്റ് എന്ന് പറയണം. അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനം തരും. ഒന്നാമത്തെ പോയിന്റ് പറയാൻ പോവാണ്. സാത്താൻ നമ്മളിൽ നിന്ന് തകർക്കാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫെയ്ത്ത്, വിശ്വാസം. ബി കെയർഫുൾ. രണ്ടാമത്തത് ഫാമിലി, കുടുംബം. മൂന്നാമത്തത് റിലേഷൻഷിപ്സ്. ഫെയ്ത്ത്, വിശ്വാസം ഇല്ല എന്ന് പറയുന്നൊരു ഫാഷനായി. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ദൈവമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ ഡാൻസും ഈ പാട്ടും ഈ ആഘോഷങ്ങളും, നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ഈ ലൈറ്റും ഈ സ്വരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് കേട്ടോട്ടാ. രണ്ടാമത്തെ പോയിന്റ്, ആദ്യമായിട്ട് കാറ്റഗറിസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ടീച്ചർ. ആർക്കും പറയാം? ഇല്ല? പറയൂ. ദൈവത്തിന് വേണ്ടി. ഓക്കെ, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എന്നാൽ കറക്റ്റായിട്ട് അത്രയും ഫുള്ളായിട്ട് ശരിയല്ല. അതുകൊണ്ട് ലിസൺ ചെയ്തോ. നോക്കിയേ, എന്തിന് സൃഷ്ടിച്ചു എന്ന ആൻസർ, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാൻ സൃഷ്ടിച്ചു. പഠിച്ചത് ഓർക്കുന്നുണ്ടോ മോളെ? ആരാധിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും കഴിയും. മൂന്നാമത്തെ പോയിന്റ് ഇങ്ങോട്ട് നോക്കിയേ, എന്നെ കൊള്ളില്ല, ഞാൻ വേസ്റ്റാണ്, എനിക്ക് കഴിവില്ല, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നിനക്ക് മറ്റുള്ളവർ എന്തെല്ലാം കുറവ് കണ്ടാലും നിന്റെ കുറവുകളോടുകൂടെ നിന്നെ കൈകളിൽ സൂക്ഷിക്കുന്ന ഒരു ഈശോ നിനക്കുണ്ട്. നാലാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ. ആ നിയമങ്ങൾ അനുസരിക്കാനായിട്ട് ഒരു മടിയും കാണിക്കരുത് കേട്ടോ. ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ബൈക്ക് ഓടിച്ച് ഭയങ്കര സ്പീഡിൽ പോകണമെന്ന് തോന്നും. പോണോ? 10ാം ക്ലാസ്സിൽ കഴിയുമ്പോൾ തന്നെ പോണോ? ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ ഭംഗിയായിട്ട് ഓടിക്കുക. നോക്കിയേ, സ്പീഡ് ഒരു സ്പിരിറ്റാണ്. അതിലൊരു പൈശാചികതയുണ്ട്. കൊണ്ടുപോയി ഇടിപ്പിച്ചിട്ടായിരിക്കും അത് നിൽക്കുന്നത്. എപ്പോഴും ശാന്തമായിട്ട് ഒരു ലിമിറ്റ് സ്പീഡിൽ പോകുന്നതിൽ ദൈവികതയുണ്ട്. നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം ഒന്ന് എല്ലാവരും പറഞ്ഞേ, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? ദൈവം കൂടെയുള്ളത് നമ്മൾ ബെസ്റ്റാണ്. നാലാമത്തെ കാര്യം എന്തായിരുന്നു? മാതാപിതാക്കൾ അനുസരിക്കണം, നിയമങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ആരാധിക്കണം. വളരെ കഴിവുകളുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുറച്ച് സിംഗേഴ്സിനെ, കുറച്ച് ആർട്ടിസ്റ്റിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അവരെല്ലാവരും തന്നെ ഒരു ബാൻഡിന് കീഴിലാണ്. അവരിൽ വൈദികരാകാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടം യങ് ടാലന്റഡ് ആർട്ടിസ്റ്റിനോടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ജിനീഷ്. ഞങ്ങൾ അരുണച്ചൻ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം എല്ലാവരും അറിയാവുന്നവരാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ലഞ്ചിന് പ്രത്യേകിച്ച് പുറത്തേക്ക് പിള്ളേർ പോകുമ്പോൾ അവർക്ക് എൻഗേജിങ് ആയിട്ട് വേറെ ഇല്ല ഭക്ഷണം കഴിക്കുന്നത്. സോ ആ സമയത്തും അവർ പുറത്തേക്ക് പോകുമ്പോഴും ഈ ഒരു പരിപാടിയുടെ ആ ഒരു വൈബ് തന്നെ ത്രൂ ഔട്ട് ഉണ്ടാവണം എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങളങ്ങനെ പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് വരുത്തി ജസ്റ്റ് ഒരു ഷോർട്ട് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ സ്ട്രീറ്റിലേക്ക് ജാം ചെയ്യുന്ന പോലെ ഒന്ന് ജാം ചെയ്യാം എന്ന് കരുതി. അച്ഛൻ്റെ പേര് എന്താണ്? എൻ്റെ പേര് ആഷ്ബൽ. ഞാനിപ്പോൾ നസ്രത്തുള്ള ഹോളി ഫാമിലി ചേർച്ച് നസ്രത്തിൽ ഞാൻ അസിസ്റ്റൻറ്റ് പാരിസ്റ്റായിട്ട് അവിടെ പള്ളിയിലാണ്. ഞങ്ങൾ എല്ലാവരും വലിയ പാട്ടുകാരൊന്നുമില്ല, ട്രെയിൻഡ് ഒന്നുമല്ല. പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടമുള്ളവരാണ്, പാടാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ പാടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ? യേശു എന്നെ കണ്ടു, യേശു എന്നെ കണ്ടു, തന്റെ ചങ്കു തന്നു, തന്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ, ചോര കൊടുത്തെന്നെ, തന്റെ സ്വന്തമാക്കി, തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു.
നമ്മുടെ ഇന്നത്തെ ചില്ലാൻ റൺ പ്രോഗ്രാമിലേക്ക് കുട്ടികളെ എത്തിച്ചിട്ടുള്ള നമ്മുടെ അമ്മമാരാണ് കൂടെ ഉള്ളത്. അവരുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കൊച്ചി രൂപത ചിൽഡ്രൻസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്കായി നടത്തിയിട്ടുള്ള പ്രോഗ്രാമാണ് ചിൽഡ്രൻ റൺ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പങ്കെടുത്തത് വെച്ചിട്ട് എന്താണ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്? ഇന്നത്തെ തലമുറയെക്കുറിച്ച് എല്ലാവർക്കും വളരെ പേടിയാണ്. പക്ഷേ അതല്ല, നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. അവരെ നമ്മൾക്ക് ഈശോയെ കൂടുതൽ അടുപ്പിക്കാൻ ഇങ്ങനെ ഇന്നത്തെ അവരുടെ ആ ഒരു രീതി അനുസരിച്ച് കുട്ടികളെ കളിയിലൂടെയും പിന്നെ ആക്ഷനിലൂടെയും ഒക്കെ അവരെ ഇതിലേക്ക് പിടിച്ചേർത്തുന്ന സാധിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് തോന്നി. പിള്ളേർ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ രൂപതയിൽ ഇതുവരെ നടത്തിയിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാമിലെ ഏറ്റവും ഒരു ബെസ്റ്റ് പ്രോഗ്രാമായിട്ടാണ് എനിക്കിത് തോന്നുന്നുണ്ട്. ഇനിയും ഇതുപോലെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് ഉണ്ടാവും. സ്റ്റാർട്ടിങ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും ഞാൻ ഇരുന്നു പോയി, കാരണം അത്രയ്ക്ക് നല്ല പ്രോഗ്രാം ആയിരുന്നു. പാടിക്കൊണ്ട് 2 പ്രാവശ്യം കൈകൊട്ടിട്ട് 3 പ്രാവശ്യം തുള്ളിച്ചാടി 4 പ്രാവശ്യം ഓട് ചാടി തുള്ളിച്ചാടി ആരോഗ്യം യേശുവിനെ കൊടുത്ത് അവനായി മാത്രം ജീവിച്ചിട. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ? ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഈശോയോടുകൂടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഡാൻസൊക്കെ കളിച്ചാ? പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദ്യം സ്വീകരിച്ചപ്പോഴാണ് മാമോദിസ സമയത്ത്. പിന്നെ സ്വീകരിക്കുന്ന എപ്പോഴാണ്? ആദ്യ കുർബാനൊക്കെ സ്വീകരിക്കുക പരിശുദ്ധാത്മാവിനെ. സ്ഥൈര്യലേപനത്തിൻ്റെ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ ആത്മാവാൽ നിറഞ്ഞവരാകും, ശക്തിയുള്ളവരാകും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ഏതാനും സമയം നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ? ജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? വിസ്ഡം അല്ലേ? ജ്ഞാനം എന്നുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ വിസ്ഡം, അതായത് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകും അല്ലേ? ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനമെന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തോടുകൂടെ നമുക്ക് ലഭിക്കുന്നു. അടുത്തത് എന്താണ്? ജ്ഞാനം കഴിഞ്ഞാൽ ബുദ്ധി. അപ്പോൾ ബുദ്ധിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്, അതായത് മനസ്സിലാക്കൽ. വിശ്വാസ സത്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ ബുദ്ധി എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തോടുകൂടെ നമുക്ക് ലഭിക്കുന്നു. അടുത്തത് എന്താണ്? അറിവ്. അറിവെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്താണ്? നോളജ് അല്ലേ? നോളജ് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണെന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ അറിവ് അഥവാ നോളജ് എന്ന് പറയുമ്പോൾ ദൈവത്തെ കൂടാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ള അറിവാണ് നോളജ്. അടുത്തത് എന്താണ്? ആലോചന. ആലോചനയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? കൗൺസൽ. അതായത് ദൈവവുമായിട്ട് എല്ലാം ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ദാനം ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തോടെ നമുക്ക് ലഭിക്കും. അടുത്തത് എന്താണ്? ആത്മശക്തി അഥവാ ആത്മധൈര്യം. അതായത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അല്ലേ?
ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പരീക്ഷയ്ക്ക് തോറ്റുപോയെന്നും പറഞ്ഞ് ചില പിള്ളേർ പോയി ആത്മഹത്യ ചെയ്യും. സാറ് പിണങ്ങിയെന്നും പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊക്കെ പേപ്പറിൽ കണ്ടിട്ടില്ലേ? അപ്പോൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ മറികടക്കാനുള്ള ഒരു അനുഗ്രഹം ഈ ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മശക്തിയിൽ നിന്ന് കിട്ടും. അടുത്തതെന്താണ്? ഭക്തി. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഈ കൈയും കൂപ്പി പിടിച്ച് നിൽക്കുന്ന മാത്രമാണോ? ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും എല്ലാവരോടും ആദരവും അനുകമ്പയും ഒക്കെ ഉള്ള നല്ല കുട്ടികളായിരിക്കുക. അതിനുള്ള അനുഗ്രഹം ഈ ഭക്തി എന്നുള്ള പയറ്റി എന്നുള്ള ദാനത്തിലൂടെ കിട്ടുന്നു. അടുത്തതെന്താണ്? ദൈവഭയം. എന്താണ്? ദൈവത്തെ ഇങ്ങനെ പേടിക്കണതാണോ? പേടിച്ചോടുന്നതാണോ? ഇല്ല. അതായത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായി ഞാൻ തെറ്റ് ചെയ്തു, ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, മുറിപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ പേടിക്കുന്നു. സ്നേഹം കൊണ്ടുള്ള ഭയം, അതാണ് ദൈവഭയം. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുകയാണ്. ഇതെല്ലാം ശിഷ്യന്മാർക്കും മറ്റും പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ലഭിച്ചതാണ്. അപ്പോൾ ഇന്ന് ചിൽ വിത്ത് ക്രൈസ്റ്റ്, റൺ ഫോർ ക്രൈസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുന്നു കേട്ടോ. KRLCBC ചിൽഡ്രൻസ് കമ്മീഷൻ്റെ സെക്രട്ടറി വിൻസെൻ്റ് ലിനു അച്ഛൻ നമ്മളോട് കൂടെ ഉണ്ട്. നമുക്ക് അച്ഛനോട് ചോദിക്കാം അച്ഛൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. കൊച്ചി രൂപതയിൽ ഇങ്ങനെ പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് ആദ്യത്തെ ചിൽഡ്രൻസ് ഡേ ഇന്ന് ആഘോഷിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടും വളരെയധികം ആത്മാഭിമാനത്തോടും കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. കുട്ടികൾ നമുക്ക് ഭാവിയുടെ വാഗ്ദാനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ ഇനിയും മുമ്പോട്ട് പോകുവാനുണ്ട്, കൂടെയുണ്ട് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് KRLCBC ചിൽഡ്രൻസ് കമ്മീഷൻ ഇവിടെ ആയിരിക്കുന്നത്. സന്തോഷം. കൊച്ചി രൂപതയ്ക്കും ഒപ്പം കേരള സഭയ്ക്കും വളരെയധികം അഭിമാനിക്കാം. നന്ദി. നമ്മുടെ ഇന്നത്തെ ചിൽഡ്രൻ റണ്ണിൻ്റെ ഹാളിനകത്തെയും പുറത്തെയും എല്ലാം ആർട്ട് വർക്കിന് നേതൃത്വം നൽകുന്നത് ജിൽജു ചേട്ടനും ടീമുമാണ്. അവരിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് ചോദിച്ചറിയാം എങ്ങനെയാണ് ഹാള് സെറ്റ് ചെയ്തത്, പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. 3-4 മാസമായി ഞങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഒരു 3 മാസമാണ് ഞങ്ങളിതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം കുറച്ച് നേരം ഒക്കെയാണ് ചെയ്യുന്നത്. എല്ലാവരും ജോലിക്കാരും പഠിക്കുന്നവരൊക്കെ ആയത് കാരണം നൈറ്റ് വൈകുന്നേരം ഒരു 8 മണി തൊട്ട് ഒരു 12 മണി 1 മണി അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളൊരു തീം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഉണ്ടായിരുന്നത് ഞങ്ങളവിടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇത് ചെയ്യണം, എന്നാലും വളരെ നന്നായിട്ട് ചെയ്യണം, അങ്ങനെ അധികം എക്സ്പെൻസ് ആവരുത്, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുകൊണ്ട് കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിലും അത്യാവശ്യം ഞങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അത് കുറച്ച് പ്രത്യേകതകളുണ്ട് അതിനകത്ത്. ബ്രസീലിലെ ക്രൈസ്റ്റർ അക്കാഡമി എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. മുഴുവനായിട്ടല്ല, ഇത് മാത്രമാണ്. ഇത്രയും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി എന്ത് വേണമെന്ന് ഈശോ പറഞ്ഞെന്നറിയാമോ? ഈശോ ഒരു ദിവസം അവിടെ പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം ഈശോ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഈശോ ഉറക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഉറക്കെ ഈശോ ഇങ്ങനെ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവിയൊഴുകും എന്ന് പറഞ്ഞാൽ, ദാഹത്തോടെ ഇരുന്നാൽ, ആഗ്രഹിച്ചിരുന്നാൽ അവനിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് വരും. ബൈബിൾ വായിക്കാൻ നേരത്ത് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രവാചകനുണ്ട് പഴയ നിയമത്തിൽ. ആ പ്രവാചകൻ്റെ പേരാണ് ഏലിയ. കേട്ടിട്ടുണ്ടോ ഏലിയ എന്നുള്ള പേര്? കേട്ടിട്ടുണ്ടോ? യെസ്. ഏലിയ പ്രവാചകൻ ഭയങ്കര തീ പിടിച്ച ഒരു ആത്മാവാണ്, ഭയങ്കര ദൈവത്തോടുള്ള സ്നേഹമുള്ള ഒരു പ്രവാചകനാണ്. ആ സമയത്ത് ഇസ്രായേൽ ജനം എല്ലാം യഥാർത്ഥ ദൈവമായ യഹോവയെ മറന്ന് മറ്റ് പല ദൈവന്മാരെയും ആചാരങ്ങളിലോട്ടൊക്കെ പോയി. ഓൾമോസ്റ്റ് എല്ലാവരും പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏലിയ പ്രവാചകൻ അവിടെ ചെന്നു. അപ്പോൾ ഇവരൊക്കെ ആരാധിക്കുന്ന ബാൽ എന്ന് പറയുന്നൊരു ദേവനെയാണ്, അഭിജാതീയ ദേവൻ. അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏലിയ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരൊറ്റ ദൈവമുള്ളൂ, ഏകസത്യ ദൈവം യഹോവയാണ്. അപ്പോൾ ചലഞ്ച് ചെയ്യും. അപ്പോൾ ബാലിൻ്റെ
കുറേ പ്രവാചകന്മാരുണ്ട്, അവർ 450 പേരുണ്ട്. അവർ പറയും ഇല്ല, ബാലാണ് റിയൽ ഗോഡ്. അപ്പോൾ ഏലിയ പറയില്ല, യഹോവയാണ്, ഇസ്രായേലിൻ്റെ ദൈവമാണ് ശരിക്കുള്ള ദൈവം. അപ്പോൾ എന്നാൽ നമുക്കൊരു ചലഞ്ച് നടത്താം, നമുക്കൊരു ടെസ്റ്റ് നടത്താം. നമ്മളൊരു ബലിപീഠം പണിയും. 2 കാളകളെ നിങ്ങൾ കൊണ്ടുവരണം. ഒരു കാള എനിക്ക്, ഒരു കാള നിങ്ങൾക്ക്. നിങ്ങൾ 450 പേരൊക്കെ ഉണ്ട്, ഞാൻ ഒറ്റക്കാണ്. ഇസ്രായേലിന് വേണ്ടി ഞാൻ ഒറ്റക്കാണ്. ഇസ്രായേലിന് കുറേ പേരൊക്കെ ബാലിൻ്റെ പുറകെയൊക്കെ ആരാധിക്കാനൊക്കെ പോകുന്നുണ്ട്. നമുക്കൊരു ടെസ്റ്റ് നടത്താം. നിങ്ങൾ കാളനെയൊക്കെ അറുത്ത് നിങ്ങളെ ബലിപീഠത്തിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ബാലിൻ്റെ പ്രവാചകർ പറയും, നിങ്ങൾ നിങ്ങളുടെ ബാലിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീപ്പെട്ടിയൊന്നും ഉരക്കരുത്, പക്ഷെ മുകളിൽ നിന്ന് തീ വന്ന് ആ ബലിവസ്തു സ്വീകരിച്ചാൽ ബാലാണ് ശരിക്കും ദേവനെന്ന് ഞാൻ സമ്മതിച്ചു തരാം. ആര് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നിട്ട് അത് സ്വീകരിക്കുന്നത്, അവരുടെ ദൈവമാണ് ശരിക്കും ദൈവം. സമ്മതിച്ചോ? അപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാർ 450 അവർ പറഞ്ഞു യെസ്, പിന്നെന്താ, നമ്മുടെ ബാലാണ് യഥാർത്ഥ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എല്ലാം ബലിപീഠമൊക്കെ ഒരുക്കി കാളനെ കറുത്തു അതിൻ്റെ അകത്ത് വെച്ചു. ഇവർ പ്രാർത്ഥന തുടങ്ങി, ബാലേ ബാലേ ഇതൊക്കെ അവർ വിളിക്കുകയാണ്. ബാലയെ വരണം, തീയിറക്കണം, സ്വീകരിക്കണം, നീയാണ് ശരിക്കും ദേവനെന്ന് ഇവർ അറിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ഇവരുടെ ഒരു രീതി അനുസരിച്ച് ഇവരിങ്ങനെ ഉറഞ്ഞൊക്കെ ഇവരിങ്ങനെ തുള്ളിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. കുറേ കഴിഞ്ഞിട്ട് അപ്പോൾ ഉച്ചയായി. ഇവർ പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്, തീ പോവും പുകയും ഒന്നും വരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഏലിയ അതിങ്ങനെ സൈഡിൽ കൂടെയൊക്കെ നടന്നു വരും. ഇടയ്ക്ക് നോക്കിയിട്ട് പറയും ഒച്ചത്തിൽ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ബാല് ചെവി കേൾക്കില്ല. അപ്പോൾ ഇവർ പിന്നെയും വിളിക്കണേ ബാലേ 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 എന്നൊക്കെ പറഞ്ഞ് ഇവർ വിളിക്കുകയാണ്. പിന്നെയും ചില ഉച്ചയൊക്കെ ആയില്ലേ, ചിലപ്പോൾ ബാൽ ഉറങ്ങാൻ വേണ്ടി പോയതായിരിക്കും. കുറച്ചും കൂടി ഉച്ചത്തിലൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവും. വരുമോ തീ പോലും. അപ്പോൾ ഇവർ നാണം കേട്ട് ഇവർ പിന്നെ ഒന്ന് പ്രാർത്ഥിക്കണേ, ബാലേ തീയാടെ യഥാർത്ഥ ദൈവം തെളിയിക്ക്, തീ ഇറക്ക്. വൈകുന്നേരമായി, വിളിയോട് വിളിയാണ്. ഇവരെ തളർന്ന് എന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏലിയ ചെന്ന്, അതെ ടൈം ഔട്ട്, സമയം കഴിഞ്ഞ്, ഇനി നിങ്ങൾ പ്രാർത്ഥനയൊക്കെ നിർത്തിക്കും, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോൾ അവർ ടയേർഡായി. അവരാ ശരി. അങ്ങനെ അവർ മാറി. അങ്ങനെ അടുത്തൊരു ബലിപീഠം റെഡിയാക്കി. ഏലിയ ഒരു കാളക്കുട്ടി അറുത്തൻ്റെ അടുത്ത് വെച്ചു. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചാല് പോലെയൊക്കെ റെഡിയാക്കി. എന്നിട്ട് പറഞ്ഞു 2 കുടം വെള്ളം കൊണ്ടുവരണം. വിറകൊക്കെ അടിക്കേണ്ട മുകളിലാണ് കാളനെ വെച്ചേക്കണം. 2 കുടം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നിട്ട് അതിലോട്ട് ഒഴിച്ചോളാൻ പറഞ്ഞു. വെള്ളം ഒഴിച്ചിട്ട് കത്തിച്ചാൽ കത്തുമോ? ഇല്ല. 2 കുടം കൊണ്ട് ഒഴുകി. 2 കുടം വെള്ളമൊക്കെ ഒഴിച്ച്. കത്താനുള്ള ഇനി ഒരു സാധ്യതയില്ല. അതുപോലെയൊക്കെ നനച്ച്. ഇനി 2 കുടം കൂടി ഒഴിച്ചു. പിന്നെ 2 കുടം ഒഴിച്ചു. അപ്പോൾ എത്ര കുടമായി മൊത്തം? 4. പിന്നെ പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം കൂടി 2 കുടം ഒഴിച്ചു. പിന്നെ ഒഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം 2 കുടം വെച്ച് ഒഴിപ്പിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര കുടം ഒഴിച്ചു? 6 കുടം ഒഴിപ്പിച്ചു. എന്നോട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നനഞ്ഞ് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ചാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് വിറകിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിലാണ് ഈ കാളനെ കറുത്ത് വെച്ചിരിക്കുന്നത്. ഏലിയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഞങ്ങളുടെ യഥാർത്ഥ ദൈവമേ, നീയാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്നും നീ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഇവരറിയേണ്ടതിന്, നീയാണ് എന്നെ അയച്ചതെന്ന് ഇവരറിയേണ്ടതിന് നീ സ്വർഗം തുറന്ന് അഗ്നിയിറക്കി ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കണമേ. ഏലിയ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ നിന്നൊരു തീ ഇറങ്ങി വന്നു. ബലിക്കല്ലടക്കം കത്തിപ്പോകുന്ന രീതിയിൽ തീ ഇറങ്ങി വന്ന് ആ ബലിവസ്തു സ്വീകരിച്ചു. അവിടെ ഇരിക്കുന്ന സകല ബാലിൻ്റെ പ്രവാചകന്മാരും കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം മുഴുവനും അത്ഭുതത്തോടെ പറഞ്ഞു തുടങ്ങി, ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മക്കൾ, ഇത് വായിക്കുമ്പോൾ ചില സമയത്തെങ്കിലും നമ്മൾ വിചാരിക്കും, ഈ ഏലിയ പ്രാർത്ഥിച്ച പോകുന്ന ദൈവം ഇപ്പം ഇല്ലേ? ദൈവം ആക്റ്റീവ് അല്ലേ? ദൈവത്തിന് ശക്തിയില്ലേ? ദൈവം എവിടെ? ഏലിയയുടെ ദൈവം എവിടെ? നമ്മൾ ചോദിക്കും ചില സമയത്ത്, അല്ലേ? ഈ തീയൊന്നും വരുന്ന കാണില്ലല്ലോ, ദൈവം ഇല്ലേ? ദൈവം എവിടെ? പഴയ നിയമത്തിൽ ഇങ്ങനെ ചെങ്കടൽ പിളർത്തുന്നു, എവിടെ? ഏലിയയുടെ ദൈവം എവിടെ? നമ്മൾ ചോദിക്കും. ആ സമയത്ത് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ഏലിയ എവിടെ? എൻ്റെ ഏലിയ എവിടെ? ഇസ്രായേലിൽ യഹോവയെ ആരാധിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ആർക്കും തീ ഇറക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു ഏലിയക്ക് പറ്റി. ഇന്ന് നിങ്ങളെ മക്കളെ നിങ്ങൾ ഓരോരുത്തരെ നോക്കിയിട്ട് ദൈവം ഇങ്ങനെ പറയും, ഏലിയയെ പോലെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? സോണി നീയുണ്ടോ? അക്സനെ നീയുണ്ടോ? ബിബി നീയുണ്ടോ? ജോയലെ, ഷെഫി നീയുണ്ടോ? ഏലിയയെ പോലെ നീയുണ്ടോ? എങ്കിൽ തീ ഇറക്കാൻ ഞാൻ റെഡിയാണ്. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടിച്ചിട്ട് പിന്നെ 3 വർഷത്തേക്ക് മഴ പെയ്തിട്ടില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ മഴ പെയ്തു. ഏലിയ പറഞ്ഞു, ഞാൻ പറയാതെ ഇനി മഴ പെയ്യരുത്. പെയ്യില്ല. പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. ഏലിയ നമ്മളെപ്പോലൊരു മനുഷ്യനാണ്.
ഒരു വ്യത്യാസമില്ല, നമ്മളെപ്പോലെ തന്നെ ചോറും കറിയൊക്കെ തന്നെയാണ് തിന്നണത്. പക്ഷെ ഏലിയ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അതാണ് ഏലിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ ചിൽഡ്രൻ റണ്ണിൻ്റെ പ്രോഗ്രാമിൻ്റെ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അവർ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തൊരു കാര്യം പാട്ടാണ്. ആ പാട്ടിന് ഇന്നത്തെ ഫുൾ ഡേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് അവരെ എൻകറേജ് ചെയ്ത് അവരെ എൻലൈറ്റനിങ് ചെയ്ത് കൂടെ നിന്നിങ്ങനെ പാടിക്കൊണ്ടിരുന്നത് എൻ്റെ പുറകിലുള്ള ഡിവൈൻ വേഴ്സ് എന്ന് പറയുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രമുഖ ബാൻഡാണ് നമ്മളോടൊപ്പം ഇന്ന് കൂടിയിട്ടുള്ളത് ഇവിടെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചെയ്യണേ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരോട് കൂടെയുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തതും പാട്ടും എൻജോയ്മെൻറ്റും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമുക്കറിയാലോ കൊച്ചിയിലെ കുട്ടികൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സീനായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് അല്ലേ. ഈ ബാൻഡിന് നേതൃത്വം കൊടുക്കുന്നത് ആക്ച്വലി ജോബി ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ജോബി ചേട്ടനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ബാൻഡ് ഫോം ചെയ്തത്? ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പാടണം എന്നൊക്കെ വിചാരിച്ച് ഇവർ തന്നെ ഒരുമിച്ച് കൂടിയതാണ്. എന്നിട്ട് ഇവർ തന്നെ നമ്മളെ ചൂസ് ചെയ്താണ്. ഈ ജോസ് എന്ന് പറഞ്ഞ നമ്മുടെ ബാൻഡ് മെമ്പറുടെ ഫാദറാണ്. അപ്പോൾ മ്യൂസിക്കലി മെൻറ്ററിങ് വിനുചേട്ടനും അതിൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്ററിങ്ങും പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്നെ കൂട്ടിച്ചേർത്തത്. ബട്ട് വളരെ നല്ല ടീമാണ്. ഭയങ്കര പ്രേയർഫുള്ളായിട്ട് വളരെ സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ഈശോയ്ക്ക് വേണ്ടി ടു ഡു സംതിങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പ്രോഗ്രാമിൻ്റെ നല്ല എഫേർട്ട് ഇവർ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എനിക്ക് 1-2 മാസമായിട്ട് ഇവർ രാത്രികളിൽ ഒരുമിച്ചുകൂടെയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് പ്രോഗ്രാമിൽ കണ്ടത്. കുട്ടികൾ നന്നായിട്ട് ചാർജായിട്ട് പോയേക്കുന്നത്. ഉറപ്പായിട്ടും അവർ കർത്താവിനോട് ചില്ല് ചെയ്തിട്ടുണ്ടെന്ന്, വരുന്ന ആളുകൾ കർത്താവിനോട് ചില്ല് ചെയ്യുകയും അവന് വേണ്ടി ഓടുകയും ചെയ്യുന്ന നല്ല ശിഷ്യന്മാരായിട്ട് കുഞ്ഞുങ്ങൾ മാറും. അപ്പോൾ ഞങ്ങൾക്കും ഇത് ഭയങ്കര മോട്ടിവേഷനായിരുന്നു ഈ പ്രോഗ്രാം. Chill with Christ. Run for Christ. Chill with Christ. Run for Christ. So that was a beautiful song. അടിപൊളിയായിട്ടുണ്ട്. ആ ലിറിക്സും ആ ഒരു കമ്പോസിഷനൊക്കെ നൈസായിരുന്നു. ഇനിയും ഒരുപാട് വേദികളിൽ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ. ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ ഒരുപാട് കാലം നിലനിൽക്കട്ടെ. ഗോഡ് ബ്ലസ് യു. We got a Lord who has given us all. He gave us life to save our soul. He all lives and the storms will call his name. उसने मुझको प्यार किया, मेरे लिए जीवन दिया, मुझे मिला जीवन नया, जैसे करूँगा शुक्रिया. നമ്മുടെ ചിൽഡ്രൻ റണ്ണിൻ്റെ വോളണ്ടിയേഴ്സിനോടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു കൂട്ടം യങ് ടാലൻറ്റഡ് വോളണ്ടിയേഴ്സാണ് എൻ്റെ പുറകിലുള്ളത്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്ന് അറിയണമല്ലോ. കുട്ടികൾ മാത്രമല്ല, കുട്ടികളോടൊപ്പം എൻജോയ് ചെയ്തത് അവർ കൂടെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെയായിരുന്നു. കുട്ടികൾ വളരെ എൻജോയ് ചെയ്ത്, അവരോടൊപ്പം ഞങ്ങൾ എൻജോയ് ചെയ്ത്. ഞങ്ങളുടെ എന്താ പറയുക, ഒരു എഫേർട്ടൊന്നും എന്താ പറയുക, അതൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ വന്നുള്ളവർക്ക് എല്ലാം ഒരു ഈശോയുടെ ഒരു ടച്ചിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ രാവിലെ 7 മണിക്ക് വന്നതാണ്. 7 മണി തൊട്ട് ഈ ടൈം വരാൻ ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും ഫുൾ എനർജറ്റിക്കാണ്. അതിൻ്റെ ഒരു വലിയ ഒരു റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു തീപിടിച്ച ആത്മാവ് ഇതിൻ്റെ പുറകിലുണ്ട്. മിസ്റ്റർ അരുണച്ചൻ എല്ലാവർക്കും ഒരു വലിയ ഒരു ഇൻസ്പിറേഷൻ മാത്രമല്ല, നമ്മൾക്കൊക്കെ എനർജി എത്രത്തോളം പകർന്നു തരാൻ കഴിയുമോ അത്രത്തോളം പകർന്നു തരാൻ കഴിയുന്ന ഒരു നല്ലൊരു വൈദികനാണ് അദ്ദേഹമാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ
ഒരു എന്താ പറയുക നേതാവ്. നമ്മുടെ ചിൽഡ്രൻ റണ്ണിൻ്റെ മെയിൻ കോർഡിനേറ്റേഴ്സിൽ ഒരാളാണ് ആൽഡ്രിൻ ചേട്ടൻ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഓടി നടന്നുകൊണ്ട് എല്ലാവരോടും ഒപ്പം പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ മിനിസ്ട്രീസിനെയും ഒന്ന് എൻകറേജ് ചെയ്തുകൊണ്ട് അവരോട് കൂടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൽഡ്രിൻ ചേട്ടനോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളെ പറ്റി ചോദിക്കാം. അച്ഛൻ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈശോയെ അനുഭവിച്ചത്. അച്ഛനുമായിട്ടുള്ള സംസാരം, അരുണച്ഛനുമായിട്ടുള്ള സംസാരത്തിൽ എപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, കുട്ടികളുടെ കാര്യം കുട്ടിക്കളിയല്ല. കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ഇങ്ങനെ മതി, കുറവ് ഏതെങ്കിലും ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും മിനിമലായിട്ട് ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു ചിന്ത ലോകത്തിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അത് മാറ്റിമറിക്കണമെന്ന് ഈശോ ശക്തമായിട്ട് ഞങ്ങളെ പ്രചോദിപ്പിച്ചു. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കത്തോലിക്ക സഭ കുഞ്ഞുങ്ങളുടെ കവിളിൽ കൊടുക്കുന്ന ഒരു സ്നേഹ ചുംബനമാണ് ചിൽഡ്രൻ റൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം. പക്ഷേ ഇവർ വളരെ റെലവൻ്റാണ്, പ്രാധാന്യമുള്ളവരാണെന്ന് ഇവരോട് പങ്കുവെക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ശ്രമിച്ചത്. ഹലോ, സുഖാണോ? ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞേ. പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് അവിക്കട ഡാൻസും പാട്ടും എല്ലാം. ദൈവത്തിനെ കുറിച്ച് നല്ലോണം അറിയാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. അരുണച്ഛന് ഇഷ്ടപ്പെട്ടോ? ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കാനൊക്കെ പറ്റി. ഡാൻസ് ഒക്കെ പൊളിയായിരുന്നു. ആനന്ദത്തോടെ ആടും